നിങ്ങൾ വ്യവസായികൾക്ക് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പൊ വ്യവസായ ഉദ്യോഗസ്ഥന്മാർ അവാർഡ് ദാനമാണ്. വിവിധ ബാങ്കുകൾ അവാർഡ് നൽകുന്നതിനുള്ള കേരള ബാങ്ക് വായ്പ വാഗ്ദാനമുള്ള 5 ബാങ്കുകളിൽ ഒരു ബാങ്ക്, കേരളത്തിലെ സ്വന്തം ബാങ്ക്, മലയാളികളുടെ സ്വന്തം ബാങ്കായ കേരള ബാങ്ക്. യുവസംരംഭകരാണെങ്കിൽ SC/ST കാറ്റഗറി ആണെങ്കിൽ വായ്പ തിരിച്ചടവ് ആ ദിവസത്തോടെ വായിക്കാൻ ഏത് ഫിനാൻഷ്യൽ സ്ഥാപനത്തിനും വായ്പ ലഭ്യമാകാൻ നമ്മൾ ബുദ്ധിമുട്ടുകയുള്ളൂ. അതുകൊണ്ട് വായ്പ എടുക്കുക എന്നതുകൊണ്ട് തന്നെ പ്രാധാന്യമുള്ളതാണ് വായ്പയുടെ തിരിച്ചടവ്. അക്കാര്യം നമ്മൾ ഉറപ്പുവരുത്തില്ലായിരുന്നു. ഏതായാലും ഞാൻ പറഞ്ഞു വരുന്നത് കേരള ബാങ്ക് ഇതിപ്പോ എല്ലാ വിഭാഗ ജനങ്ങൾക്കും എല്ലാ സംരംഭ ആവശ്യങ്ങൾക്കും വായ്പ നൽകി വരുന്നുണ്ട്. വിവിധതരം സ്കീമുകളിൽ സ്കീമിന്റെ ാക്കിയാണ്. പക്ഷെ അത്രയും പറയാനുള്ള സമയയുടെ 10 മിനിറ്റ് പറഞ്ഞാൽ ഞാൻ ചുരുക്കപ്പെട്ട കണക്കാണ്. അത് കാണിക്കുമ്പോൾ പിന്നീട് സമയം പോകും. ഈ പറഞ്ഞ പദ്ധതികളിലുണ്ട്. ഞാൻ പറഞ്ഞു ഇഷ്ടം പറഞ്ഞാൽ MSME മിത്രയുണ്ട്, GST മിത്രണ്ട്, GST വില സ്മാർട്ട് ഉണ്ട്, വനിതാ മിത്രയുണ്ട്, BMFME TGP സ്കീമുകൾ നമ്മൾ ബാങ്കുകൾ കൊടുക്കുന്നുണ്ട്. മറ്റു നവജീവൻ പദ്ധതികളുണ്ട്, കേസ്റൂ പദ്ധതികളുണ്ട്. ഒരുപാട് പദ്ധതികൾ കേരള ബാങ്കിലുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ വായ്പാ ആവശ്യങ്ങൾ കൃത്യമായ വായ്പാ ആവശ്യങ്ങൾ കൃത്യമായ പഠിച്ച് വയബിളായി പഠിച്ച് അത് GST വഴിയായാലോ നിങ്ങൾ നേരിട്ടോ കേരള ബാങ്കിന്റെ കണ്ണൂർ ജില്ലയിലുള്ള 65 ശാഖകളുടെ മുഖാന്തരം വരികയാണെങ്കിൽ വളരെ അനുഭാവപൂർവ്വം പരിഗണിക്കും. ഞാൻ കണ്ണൂർ റീജിയണൽ ഓഫീസർ വർക്ക് ചെയ്യുന്നത് ഡെഡ് പ്രോസസ് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പുവരികയാണ് കേരള ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വയബിളായി പഠിച്ചാണെങ്കിൽ ബാക്കി എല്ലാ ഫോർമാലിറ്റീസും ഇൻഷുറൻസ് പറഞ്ഞോ ബാങ്കുകാർ പ്രൊജക്റ്റുകൾ വരുന്ന അങ്ങനെ സാറേ ഞാൻ ഒന്നുകൂടി പറയാം. കൃത്യമായ എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിൽ ബാങ്കിന്റെ ബാങ്കിന്റെ മാത്രമല്ല ബാങ്കിന്റെ വിദ്യാഭ്യാസത്തിന്റെ നമ്മളൊരു ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻ ആണ് ഏറ്റവും അവസാനം ഘട്ടത്തിലുണ്ടാവുക. അതുകൂടി കഴിഞ്ഞിട്ട് മാത്രമേ എല്ലാവരും പോകെ പഠനം പ്രതീക്ഷിക്കുകയാണ്. എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി കൈയോടുകൂടി കയ്യിലുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അതിന് Thank you, sir. Masaga entrepreneur, sir. Once again, thanks. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഫ്ലുവൻസിന്റെ ചാർട്ടും കേരളത്തിലുള്ള വന്നിട്ടുണ്ട്. പുതിയ വേടാണ്. കാരണം ഈ നാണയത്തിൽ വലിയ ബന്ധമില്ല. അതുപോലെ തന്നെ ഈ ബാങ്കിൽ ഈ നാണയമായിട്ടും നല്ല ബന്ധമില്ല. അതുകൊണ്ട് എന്തെങ്കിലും മാനേജറോട് ചോദിക്കാം. താങ്ക് യു. ടീംസൊക്കെ 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കുന്നത്. നമുക്ക് മാനുഫാക്ചറിംഗ് മേഖലയിൽ 50 ലക്ഷം വരെയുള്ള സംരംഭങ്ങൾ ആരംഭിക്കാം. സർവീസ് മേഖലയിൽ 25 ലക്ഷം വരെയുള്ള രൂപ വരെ ഇൻവെസ്റ്റ്മെന്റ് വരുന്ന സംരംഭങ്ങൾ ആരംഭിക്കാം.
കൊടുത്തിട്ടില്ല. അല്ല, അത് ഇപ്പൊ പത്രത്തിൽ വാർത്ത വരുമ്പോ അവർ പ്രഖ്യാപിച്ചുകൊണ്ട് പത്രത്തിൽ വാർത്ത വരും. പക്ഷേ സർക്കാർ ഉത്തരവായിട്ട് വന്നാൽ മാത്രമേ വരെ പ്രവർത്തനശേഷിയുള്ള ഉപകരണമായിരിക്കണം, 5 ലക്ഷത്തിൽ താഴെ ഇൻവെസ്റ്റ്മെന്റും ആയിരിക്കണം. ഫ്ലോർ മില്ലിനെ സംബന്ധിച്ച് നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നിരവധി വർഷമായിട്ട് സമരമായിട്ട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് ഒരു വേദി ഒരുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ബാങ്ക് മാനേജേഴ്സിന്റെ ബാങ്കേഴ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാത്ത സംരംഭങ്ങൾ നൽകുന്നതാണ്. സംരംഭങ്ങൾക്ക് എല്ലാ ആവശ്യമായ എല്ലാവരും സമയം 2 മണിക്കൂർ ആയി. എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കണമെന്ന്